ദിസ് ഈസ് സോണി FX3A. ഇപ്പോൾ 2025 കറൻ്റ് കേരളത്തിലെ ഫുൾ വെഡ്ഡിങ് മാർക്കറ്റ് മൊത്തം പിടിച്ചടക്കിക്കൊണ്ടിരിക്കുന്ന സോണിയുടെ ക്യാമറ. പിന്നെ FX3A ഇപ്പോൾ ഇറങ്ങിയതാണ്, ലേറ്റസ്റ്റ് വെർഷനാണ്. എന്താണ് ഇതിനകത്തൊക്കെ അവർ കൊടുത്തിട്ടുള്ളത്? കാരണം 3.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തെടുത്ത സാധനമാണ്. എന്തൊക്കെയാണ് ഇതിനകത്തൊക്കെ അവർ കൊടുത്തിട്ടുള്ളതെന്ന് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓക്കെ, ടിപ്പിക്കൽ അവരുടെ സ്ഥിരം ബോക്സും പരിപാടിയാണ്. ഇതിലെന്താ 2 ബാറ്ററി ചാർജിങ്, സിംഗിൾ ബാറ്ററി ചാർജിങ്. 2 ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പിൽ ഇത്തവണ കൊടുത്തിട്ടുണ്ട്. അവരുടെ പുതിയ വന്ന അഡാപ്റ്റർ, അത് കൊള്ളാം, അത് നല്ലൊരു അപ്ഡേറ്റ്. ഇത് വേറെ ഒന്നുമില്ല, അവരുടെ ഒരു വാറണ്ടി കാർഡും അവരുടെ പ്രൊഡക്റ്റ് കാർഡും CFX+A ടൈപ്പ് കാർഡ്. ഒന്നും വേണ്ട. 2+1 ഇയർ വാറണ്ടി കാർഡ്. അവരുടെ ഇൻസ്ട്രക്ഷൻ ബുക്സും കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ആരെങ്കിലുമൊക്കെ എടുത്ത് വായിച്ച് നോക്കൂ. FX3ൻ്റെ ഒരു മാനുവൽ സെറ്റിങ്ങും പിന്നെന്താ ലെൻസിൻ്റെ ആക്സസറീസ്, ഇതൊക്കെ പ്രൊമോഷൻ കാർഡ്. അതൊന്നും വേണ്ട, അതൊക്കെ പോട്ടെ. ഇനി ഇത് അൺബോക്സിങ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഇവരെ ഇഷ്ടമില്ലാത്തൊരു കേസ് എന്ന് പറഞ്ഞാൽ സോണിയുടെ അൺബോക്സിങ് ചെയ്യുമ്പോഴുള്ള ഈ ഒരു ശരിക്കും ഒരു ലോക്കൽ സെറ്റപ്പ് പോലെ ഫീൽ ചെയ്യും. നമുക്ക് തുറക്കുമ്പോൾ ഒരു പോർഷ സെറ്റപ്പ്, ഒരു ഐഫോണിൻ്റെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോൾ കനോണ്, നിക്കോണിൻ്റെ ഒക്കെ ബോക്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ, അത് ഇതിലില്ല. ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് കണക്ക് പോകുന്ന ഒരു പരിപാടിയാണ്. ഇതെന്തായത് ഇതിൽ വരുന്ന ഇതതിൻ്റെ ഒരു ഹാൻഡിൽ. ഇതെന്താ നോക്ക്, ഇത് പുതിയതായിട്ട് വന്ന ചാർജറാണ്. 2 ബാറ്ററി ഒരേ സമയത്ത് ചാർജ് ചെയ്യാം. കാരണം ബാറ്ററി ബാക്കപ്പ് എത്ര ശോകമാണെന്ന് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ വേറൊരു മെയിൻ കാര്യം, ഇത് C പോർട്ടാണ്. കണ്ടല്ലോ, നമ്മുടെ നോർമലി പഴയ ചാർജർ കേബിളൊന്നും ഇതിൽ വർക്കാവത്തില്ല. ഇത് പക്ക C പോർട്ടാണ്. ഓക്കെ, അതിലുപരി ഇനിമാർ എന്താ ഒരു കേട്ടത് വെച്ചിട്ടാണെങ്കിൽ കാലിയാണ്. C പോർട്ട് ഈ ഒരു കണക്ടർ മാത്രമല്ല, ഇതിൻ്റെ കൂടെ കേബിളോ പിന്നെ കേബിൾ കുത്താൻ വേണ്ടിയിട്ടുള്ള അഡാപ്റ്ററോ ഒന്നുമില്ല. ഈ ഒരു ചാർജർ മാത്രമേ വരത്തുള്ളൂ. അത് നോക്കി മേടിച്ചു പോകണം. പിന്നെ നമ്മൾ നോർമലി ചാർജർ സാധാരണ ചെയ്യുന്നതൊന്നും ഇതിൽ ചാർജ് ആവുന്നില്ല എന്നൊക്കെയാണ് ഞാൻ കേട്ടത്. കാരണം അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ്ങുള്ള മാത്രമേ വർക്കാവത്തുള്ളൂ എന്നാണ് കേട്ടത്. ഇതിൽ വേറെ എന്താ, അവിടെ സൈഡിൽ നോക്കട്ടെ. സൈഡിൽ സാധാ സോണിയുടെ ടിപ്പിക്കൽ ഒരു ബാറ്ററിക്ക് നല്ല വിലയുണ്ട് കേട്ടോ. 55,500-6,000 രൂപ വില അടുപ്പിച്ച് വരുന്ന ബാറ്ററിയാണ്. ഇനി സോണി FX3A. വേറെ ഒന്നും ഈ ബോക്സിലില്ല. ഒരു അല്പം കൂടെ ഒരു പോർഷൻ ലെവലിലൊക്കെ ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാമായിരുന്നു എനിക്ക് തോന്നിയായിരുന്നു. നമ്മൾ എത്ര രൂപയുടെ സാധനം എടുത്താലും ഇങ്ങനത്തെ ഒരു ബോക്സും അത്യാവശ്യം ഒരു രസമുള്ള സാധനം കൊടുക്കാം. അത് പൊട്ടിക്കുമെങ്കിൽ നമുക്കൊരു പോർഷൻ ലെവൽ കിട്ടാൻ. പിന്നെ ഈ ഒരു കവറും എനിക്ക് ഈ ഒരു സാധനം വലിയ രീതിയിലൊന്നും ഫാനൊന്നുമില്ല. ഇനി നമുക്കിത് FX3 ഒന്ന് ജസ്റ്റ് തുറന്ന് നോക്കാം. മോനെ കണ്ടോ, സോണി. വാവ്, അതൊരു ഹെവി. ബാറ്ററി ഇട്ട് നോക്കാം. ബാറ്ററി ചാർജ് ഉണ്ടോന്ന്. ബാറ്ററി ലോ ആണ്. പിന്നെ ചെറിയ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ബോഡിയിലൊന്നും വേറെ ഒരു മാറ്റവുമില്ല. ആ പഴയ FX3യുടെ സെയിം ബോഡി തന്നെയാണ്. ഡിസ്പ്ലേയിൽ മാത്രം കുറച്ച് വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്.
വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, പഴയ സെയിം ഫാനും കാര്യങ്ങളും. ഇത്രയേ ഉള്ളൂ. അൺബോക്സിങ്ങിൽ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, എടുത്ത് പറയത്തൊക്കെ ഒന്നുമില്ല. പിന്നെ ആരെങ്കിലും മേടിക്കാൻ പോകുന്നുള്ളവരാണെങ്കിൽ ബാറ്ററി അതിൻ്റെ കണക്ടർ ഒന്നുമില്ല. ഇനി എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാണ് സോണി FX3A. ഓക്കെ, FX3 എന്നും പറയും, FX3A എന്നും പറഞ്ഞ് ഭയങ്കര രീതിയിൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. FX3A 2025 ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സോണിയുടെ FX3A. മുന്നത്തെ ഡിസ്പ്ലേ 1.44 മില്യൺ ഡോട്ട്സ് ആണ്. ഇത് 2.36 മില്യൺ ഡോട്ട്സിൻ്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. സോ മുന്നത്തെ അപേക്ഷിച്ച് അല്പം കൂടെ ഷാർപ്പ്, ക്രിസ്പി, ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ. പിന്നെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ചാർജിങ് പോർട്ട് മാറിയിട്ടുണ്ട്. ചാർജിങ് പോർട്ടിൽ C പോർട്ടാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചാർജിങ് നടക്കും. ആ ഒരു അപ്ഡേറ്റ് വന്നു. അത് രണ്ട് മാത്രമാണ് ഈ ഇത്രയും വർഷത്തിന് ശേഷം അവർ പുതിയതായിട്ട് കൊണ്ടുവന്ന FX3A എന്ന് പറയുന്ന മോഡലിൽ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. വേറെ ഒന്നും തന്നെ അപ്ഡേറ്റ് വന്നിട്ടില്ല. ഇത് രണ്ടും പുതിയ രീതിയിൽ വന്നു എന്നും പറഞ്ഞുകൊണ്ട് ചാടി എടുക്കുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഈ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നു. ഓക്കെ, ഡിസ്പ്ലേയിലും പോർട്ടിലും വന്ന് ചേഞ്ച് വന്നിട്ടുണ്ട്. പക്ഷേ പഴയ FX3 ഉണ്ടായിരുന്ന NFC ടെതറിംഗ് ഒക്കെ ഉണ്ടല്ലോ, ആ പരിപാടിയൊക്കെ ഇതിൽ റിമൂവ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. അത് നിങ്ങൾ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടാണ്ട് ബ്ലൂടൂത്ത് റിസീവിംഗ് ഒന്നും ഇല്ല എന്നും കൂടെ കേൾക്കുന്നുണ്ട്. അപ്പം അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ വരുന്നൊരു ചോദ്യം, നിങ്ങളുടെ കയ്യിലൊരു FX3 ഉണ്ട്, നിങ്ങൾക്ക് അതിൽ നിന്നൊരു ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ ഇതെടുക്കണോ എന്നൊരു ചോദ്യം വരുമല്ലോ. ഈ ഒരു ഡിസ്പ്ലേയുടെ കാര്യത്തിന് വേണ്ടി മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റും. പക്ഷെ അത് ഞാൻ ഒരിക്കലും വേണമെന്ന് പറയത്തില്ല. നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ മോണിറ്ററോ എന്തെങ്കിലും നിങ്ങൾക്കൊരു എക്സ്റ്റേണൽ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. സോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി പുതിയൊരാളാണ് FX3A എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ എല്ലാവരും ഡെഫിനറ്റ്ലി ഒരു ഫാൻ ബോയ്സ് തന്നെയായിരിക്കും FX3യുടെ. കാരണം സിനി സീരീസിലെ ഏറ്റവും ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ വിത്ത് നെറ്റ്ഫ്ലിക്സ് അപ്രൂവൽ ആയിട്ടുള്ള സോണിയുടെ ഏറ്റവും ബഡ്ജറ്റബിൾ ക്യാമറയൊക്കെ ഇതാണ്. അത്രയും ഔട്ടും കാര്യങ്ങളും തരുന്നൊരു ക്യാമറയാണ്. ഇതൊരു 3-4 വർഷം മുന്നേ ഉള്ള ഒരു സാധനമാണ്. ഓരോ അപ്ഡേറ്റ് വരുമ്പോഴത്തേക്കും അതിൻ്റെതായ മാറ്റങ്ങൾ വരണം. ഇത്രയും കാലം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന സോണിയുടെ ഓട്ടോ ഫോക്കസിങ് സിസ്റ്റം, AI ഓട്ടോ ഫോക്കസ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയേറെ ഹൈപ്പടിച്ച് കയറ്റി 2 വർഷത്തിനിടയിൽ ഉണ്ടായിരുന്ന ഒരു പരിപാടിയായിരുന്നു. ആ പരിപാടി ഇനി ഇതിലില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. കാരണം ഇത് 3-4 വർഷം മുന്നേ ഉള്ള സെയിം സാധനമാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു പഴയ പ്രൊഡക്റ്റ് എടുക്കുക എന്നുള്ളതുള്ള ഇതിലൊരു കാര്യം, ഒരു ട്രെൻഡ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കാരണം 16 ബിറ്റ് റോ ലോഗൊക്കെ അല്ലേ, എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ ഇന്റേണൽ 10 ബിറ്റ് 12 ബിറ്റ് ഒന്നുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഒരു ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും അപ്പോൾ FX3 Mark II ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പം വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിലോട്ട് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്ക് എപ്പോഴും ലേറ്റസ്റ്റ് ഓട്ടോ ഫോക്കസ് സിസ്റ്റം, ലേറ്റസ്റ്റ് ടെക്നോളജി, ലേറ്റസ്റ്റ് AI ചിപ്സും ലേറ്റസ്റ്റ് പ്രോസസ്സറും കാര്യങ്ങളും എല്ലാം വരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലാണ്ട് വീണ്ടും ഒരു 3-4 വർഷം മുന്നേ ഉള്ള ഒരു പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും അധികം പറയാറില്ല. നിങ്ങൾ ട്രെൻഡ് FX3 ഫാൻ ബോയ്സ് ഒക്കെ ആണെങ്കിൽ എന്തായാലും എടുത്തേക്ക്. അല്ലാണ്ട് നിങ്ങളൊരു M4ൽ നിന്നൊരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ A7 S3യിൽ നിന്നൊരു അപ്ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, നിങ്ങൾക്കൊരു അപ്ഡേറ്റ് ഇല്ല. സത്യം പറയാമല്ലോ, നിങ്ങൾക്ക് വേറൊരു ക്യാമറ ഇല്ല അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലെൻസുകൾ ഇഷ്ടം പോലെ ഉണ്ട്, പ്രൊഡക്റ്റ് ഇല്ല. 3-4 വർഷത്തെ പ്രൊഡക്റ്റ് തന്നെയാണ് ഇപ്പോഴും കറണ്ട് മാർക്കറ്റിലുള്ളൂ. അത് തന്നെയാണ് സോണി ഇറക്കിയിട്ടുള്ളൂ. വേറൊരു പ്രൊഡക്റ്റ് കറണ്ട് മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ കേരളത്തിലെ ഓൾമോസ്റ്റ് ഒരു 85% വീഡിയോഗ്രാഫറും FX3A എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ആയിട്ടുള്ളത്. ഇതൊരു പച്ചയായ സത്യമാണ്. അല്ലാണ്ട് ഒരുപാട് ഫാൻ ബോയ് അങ്ങനെ ലെവലിലൊന്നുമല്ല ആൾക്കാർ മാറിയിരിക്കുന്നത്. എല്ലാവരും S3 ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, M4 ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അവർക്ക് പുതിയൊരു പ്രൊഡക്റ്റിലോട്ട് ഷിഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് വേറൊരു ബോഡി ഇല്ല. അങ്ങനെ നിന്ന് മാറുന്നവരാണ് മിക്കവരും. സോ ഞാൻ പറയുന്നത് ഇതൊരു കിടിലം ബോഡിയാണ്. അതിലൊരു നമുക്കൊരു സംശയമില്ല. ഒരു വിഷയം രീതിയിൽ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെവി ബോഡി. ഇതിൽ കുറച്ചൊരു ഡീറ്റെയിൽ ഒരു വീഡിയോ നമുക്ക് എടുക്കാം. നമുക്ക് കമ്പയർ ചെയ്ത് FX3A തമ്മിൽ കമ്പയർ ചെയ്ത് ഓട്ടോ ഫോക്കസ് സിസ്റ്റം ആവട്ടെ, ബിറ്റ് റേറ്റിലുള്ള വ്യത്യാസങ്ങളാവട്ടെ, അതെല്ലാം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് നമുക്കൊരു വീഡിയോ എടുക്കുന്നുണ്ട്. അതിനെ ഡിസ്പ്ലേയിൽ എത്രമാത്രം ചേഞ്ചസ് കൊണ്ടുവന്നു എന്നൊക്കെ നോക്കിയിട്ട്. സോ ഇതിനൊക്കെ ഫോട്ടോഗ്രാഫി ബേസ്ഡ് വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.